ചാർക്കോൾ പൗഡർ നൈഫ് ഉപയോഗിച്ചെടുത്ത ശേഷം നമ്മൾ ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഡെപ്ത് വരുന്ന സ്ഥലങ്ങളിൽ മാത്രം ആ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചാർക്കോൾ പെൻസിലുകൾ 3 ടൈപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. സോഫ്റ്റും മീഡിയം ഹാർഡും ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 150 GSM വരുന്ന പേപ്പറിലാണ് നമ്മൾ ഈ ഒരു പോർട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ വളരെ പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു ഡോക്ടറാണ്. ഡോക്ടറുടെ പേര് ഹാരിസ് ചിറക്കൽ എന്നാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പ് മേധാവിയായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ചില കാര്യങ്ങൾ സമൂഹത്തിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പായിട്ട്. അപ്പോൾ അത് ചില ആളുകൾക്ക് കൺമുന്നിൽ പിടിച്ചില്ല. വളരെ സത്യസന്ധനായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഹോസ്പിറ്റലിലെ ഈ പോരായ്മകളെ സമൂഹത്തിന് മുന്നിൽ ചൂണ്ടിക്കാട്ടിയത്. ഇങ്ങനെയുള്ള ഈ സിറ്റുവേഷനിൽ ഇത് പഠിച്ച് ഗവൺമെൻറ് ആശുപത്രിയിലെ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കേണ്ടവർ അദ്ദേഹത്തെ ടോർച്ചർ ചെയ്യുന്നത് കണ്ടപ്പോൾ വളരെ സങ്കടമാണ് തോന്നിയത്. സർക്കാരിനോടുള്ള എൻ്റെ ഒരു പ്രതിഷേധമായും ഡോക്ടർ ഹാരിസ് ചിറക്കലിനോടുള്ള ഒരു സപ്പോർട്ടുമായി വരച്ചതാണ് ഈ ഒരു ചിത്രം. അപ്പോൾ നമ്മൾ നേരത്തെ ചുരണ്ടി വെച്ചിരുന്ന ചാർക്കോൾ പൗഡർ സോഫ്റ്റ് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൈലൈറ്റ് വരുന്ന ഭാഗവും ഡെപ്ത് വരുന്ന ഭാഗങ്ങളും എല്ലാം നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് പല ഭാഗങ്ങളിലും ഇങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള പൗഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ അവിടെ നമ്മുടെ കൈ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് വരുന്ന സ്ഥലങ്ങളിലെല്ലാം ചാർക്കോളിൻ്റെ കളർ വരാനുള്ള സാധ്യത ഉണ്ട്. അത് നമ്മുടെ പിക്ചറിനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പിക്ചറിൻ്റെ മുകളിൽ നമ്മളൊരു പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ കൈഭാഗം എവിടെയാണ് തട്ടുന്നത് അവിടെ നമ്മൾ മസ്റ്റായിട്ട് ഒരു പേപ്പർ വെച്ചിരിക്കണം. ചാർക്കോൾ ഇന്ന് പല ഷേപ്പിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ചാർക്കോൾ ക്യൂബുകളായിട്ട് കിട്ടും, ചാർക്കോൾ പെൻസിലായിട്ട്, കൂടാതെ ചാർക്കോൾ പൗഡറായിട്ടും ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ താല്പര്യം അതിനനുസരിച്ചുള്ള രീതിയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. പെൻസിലിൽ ചെയ്യുന്നതിനെക്കാട്ടും നല്ല ഒറിജിനാലിറ്റിയും അതുപോലെ തന്നെ നല്ല ഫീലും കിട്ടുന്ന ഒരു മീഡിയം തന്നെയാണ് ഈ ഒരു ചാർക്കോൾ. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ പെൻസിലിൽ ചെയ്യുന്ന പോലെ അത്രയ്ക്കാണ്ട് സ്മൂത്ത് ഉണ്ടാവില്ല, പക്ഷെ അത് ഭയങ്കര സിമ്പിളായിട്ട് തന്നെ നമ്മൾ പേപ്പറിൽ ടച്ച് ചെയ്തില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു മീഡിയം തന്നെയാണ് ഈ ഒരു ചാർക്കോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ലെയറായിട്ട് നിങ്ങൾ ചെയ്തു പോകുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹൈലൈറ്റ് വേണ്ട ഭാഗം നമ്മൾ പരമാവധി ഒഴിച്ചു വിട്ടുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്തു പോവുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇറേസർ കൊണ്ട് പോലും നമുക്കതിനെ മായ്ച്ചെടുക്കാനോ ഒരു ഹൈലൈറ്റ് കൂട്ടി കൊണ്ടുവരാനോ നമുക്ക് പറ്റാത്തൊരു മീഡിയം തന്നെയാണ് ഈ ഒരു ചാർക്കോൾ എന്ന് പറയുന്നത്. ഈ ചാർക്കോളിൻ്റെ കളർ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് പേപ്പർ സ്റ്റമ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പേപ്പർ സ്റ്റമ്പുകൾ നമുക്ക് വാങ്ങിക്കാനും കിട്ടും, അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്നതാണ്. ഹൈലൈറ്റും ഷെയ്ഡും എവിടേക്കാണെന്ന് കൃത്യമായിട്ട് നമ്മൾ വീക്ഷിച്ചുകൊണ്ട് ഒരു പിക്ചർ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ആ പിക്ചറിൽ വരുന്ന ഒറിജിനാലിറ്റി വളരെ മനോഹരമായി തന്നെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നാണ്. നമ്മുടെ ഈ ഡോക്ടറെ സംബന്ധിച്ച് പബ്ലിക് സപ്പോർട്ട് വളരെ അധികം ഉണ്ട് കേട്ടോ. കാരണം ഒരു തെറ്റ് കാണിക്കാത്ത ഒരാളെ വെറുതെ ക്രൂശിക്കുമ്പോൾ മറ്റുള്ള ആളുകൾ നോക്കി നിൽക്കില്ല എന്നുള്ളതാണ് സത്യം. തെറ്റ് കാണിക്കുന്നവന് മനസ്സിലാവുന്നില്ല ഞാൻ കാണിക്കുന്നത് ആരോടാണ് അല്ലെങ്കിൽ എന്തിനോടാണ്, എന്തിനു വേണ്ടിയിട്ടാണെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ചാർക്കോൾ എന്ന മീഡിയ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു പോർട്രേറ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ ചെയ്ത ഒരു വീഡിയോ ആയിരുന്നില്ല ഇത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രതിഷേധമായിട്ട് കൊണ്ട് മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. പക്ഷേ അതിൽ നമ്മൾ ചില കാര്യങ്ങൾ ഈ ഒരു മെത്തേഡിനെ സംബന്ധിച്ച് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ.
ഒരു മെഡിക്കൽ കോളേജിൽ പോയാലുള്ള അവസ്ഥ എന്താണെന്ന് അവിടെ പോയിട്ടുള്ള ഓരോ ജനങ്ങൾക്കും അറിയാവുന്നതാണ്. ചിലപ്പോൾ മന്ത്രിമാർക്ക് അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഭരണം തലയിരിക്കുന്നതുകൊണ്ട് അവർക്ക് അത് അറിയില്ല എന്ന് നടിക്കുന്നതായിരിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്